ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളമാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രവർത്തനം 1 നോക്കും മക്കളെ. വായിക്കാം, എഴുതാം. താഴെ നമുക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആതിര കൂട്ടുകാരിക്ക് എഴുതിയ കത്താണ് കേട്ടോ. അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിന് ആൻസർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഒരു കത്തിന് സ്ഥലവും തീയതിയൊക്കെ വേണം. അതുപോലെ പ്രിയപ്പെട്ട സാരംഗി എന്ന് എഴുതിയിട്ടുണ്ട്. നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനം നന്നായി നടക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ മോഹനകൃഷ്ണൻ കാലടിയുടെ ഒരു കവിത പഠിപ്പിച്ചു. റൊട്ടി എന്നാണ് കവിതയുടെ പേര്. കവിത വായിച്ചപ്പോൾ നിന്നോട് അതേക്കുറിച്ച് പറയണമെന്ന് തോന്നി. വിശപ്പ് കൊണ്ട് ഒരു കുട്ടി മോഷ്ടിക്കുന്നതും അവന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുമാണ് ഈ കവിത. നമ്മളെപ്പോലെ സ്കൂളിൽ പോകാൻ കഴിയാത്ത എത്രയോ കുട്ടികളാണുള്ളത്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികളും ഉണ്ട്. ലോകത്ത് 800 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 82 കോടി ആളുകൾ വിശക്കുന്ന വയറുമായാണ് ഉറങ്ങാൻ പോകുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു. അത് കേട്ടപ്പോൾ സങ്കടമായി. എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ കുറേ പേർ ഭക്ഷണം പാഴാക്കുന്നു. ഇങ്ങനെ പാഴാക്കുന്ന ഭക്ഷണം മതി ഒരുപാട് പേരുടെ വയറു നിറയ്ക്കാൻ. ഈ ഭക്ഷണ സമയത്ത് തന്നെ എത്രമാത്രം ഭക്ഷണമാണ് കുട്ടികൾ പാഴാക്കി കളയുന്നത്. ഇനി മുതൽ ഭക്ഷണം പാഴാക്കില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കണം. ആർക്കും വിശക്കാത്ത നല്ല നാളുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം. വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ച് ഓർക്കാനേ വയ്യ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഭക്ഷണം മോഷ്ടിക്കുന്നത് അത്രയും ഗതികെട്ട അവസ്ഥയിലായതുകൊണ്ടാവാം. വിശപ്പുരഹിത നാടിനായി നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാം. സ്നേഹപൂർവ്വം, ആതിര. നമ്മൾ വായിച്ചല്ലോ കത്ത്. ആതിര റൊട്ടി എന്ന കവിതയെക്കുറിച്ച് വായിച്ചതും അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെയാണ് സാരംഗിക്ക് അയച്ചിട്ടുള്ളത് അല്ലേ. ഇനി നോക്കൂ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കുട്ടി റൊട്ടി മോഷ്ടിച്ചത് എന്തിനാണ്? ഓപ്ഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് കൊടുക്കാൻ, വിശപ്പ് കൊണ്ട്, ഉച്ചഭക്ഷണത്തിന് കൊതി തോന്നിയിട്ട്. എന്തിനായിരുന്നു മക്കളെ? വിശപ്പ് കൊണ്ട്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. എങ്ങനെയുള്ള നല്ല നാളുകളാണ് ആതിര ആഗ്രഹിക്കുന്നത്? എല്ലാവരും സ്കൂളിൽ പോകുന്ന, ആർക്കും വിശക്കാത്ത, ആരും ഭക്ഷണം പാഴാക്കാത്ത, എല്ലാവരും ചിരിക്കുന്നു. ഏതായിരുന്നു മക്കളെ? ഓപ്ഷൻ ബി ആണല്ലേ. ആർക്കും വിശക്കാത്ത നല്ല നാളുകളാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ദുരനുഭവം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? നല്ല അനുഭവം, വേദനിപ്പിക്കുന്ന അനുഭവം, മറക്കാനാവാത്ത അനുഭവം, മോശം അനുഭവം. ഏതാണ് മക്കളെ? മോശം അനുഭവം. അതാണ് കേട്ടോ. ഇനി നാലാമത്തെ നോക്കൂ. എന്തിനെ കുറിച്ച് ഓർക്കാനേ വയ്യ എന്നാണ് ആതിര പറയുന്നത്? വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ച്, സ്കൂളിൽ പോകാത്തവരെ കുറിച്ച്, ഭക്ഷണം പാഴാക്കുന്നവരെ കുറിച്ച്, ഭക്ഷണം മോഷ്ടിക്കുന്ന മുതിർന്നവരെ കുറിച്ച്. എന്താണ്? ഓപ്ഷൻ എ ആണല്ലേ. വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ച്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 2. പോസ്റ്റർ തയ്യാറാക്കാം. അമ്മൂമ്മയും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ് ഇതെല്ലാം ചേരുന്നതാണ് ആതിരയുടെ വീട്. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന ആശയം വരുന്ന ചിത്രം നോക്കൂ. അനുയോജ്യമായ പോസ്റ്റർ വാക്യം എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തെല്ലാം എഴുതാം? ഭൂമി എല്ലാവരുടേതുമാണ്, മനുഷ്യൻ്റേത് മാത്രമല്ല. ജീവജലങ്ങളെ സ്നേഹിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക. മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും ഒരേ ഭൂമിയുടെ മക്കൾ. പ്രകൃതിയുടെ തുല്യാവകാശികൾ നമ്മൾ ഓരോരുത്തരും. ഇത്തരത്തിലുള്ള പല പല വാക്യങ്ങളും നമുക്ക് പോസ്റ്ററിൽ ഉൾപ്പെടുത്തട്ടെ മക്കളെ. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 3. അനുഭവക്കുറിപ്പ്. ആതിര സ്കൂൾ വിട്ടുവന്നാൽ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം മുറ്റത്തെ ചെടിയിൽ കൂടുകൂട്ടിയ കുഞ്ഞു കുരുവിയോട് മക്കളോടും പറയും. എന്തൊക്കെയാവും അവൾ പറയുക? നിങ്ങളുടെ സ്കൂൾ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കുരുവിയോട് പറയുന്നതായി സങ്കല്പിച്ച് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളുടെ സ്കൂൾ അനുഭവങ്ങൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. നമുക്കൊന്ന് എഴുതി നോക്കാലോ. എൻ്റെ കുരുവിയമ്മേ, നീ ഇന്ന് എവിടെയായിരുന്നു? ഞാനിന്ന് സ്കൂളിൽ പോയപ്പോൾ നടന്ന കാര്യങ്ങൾ കേൾക്കണ്ടേ? ഇന്ന് സ്കൂളിൽ വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു. രാവിലെ അസംബ്ലിയിൽ ഞങ്ങളുടെ ക്ലാസ്സിലെ മീനു ഒരു പാട്ട് പാടി. അത് കേൾക്കാൻ നല്ല രസമായിരുന്നു. ഉച്ചയ്ക്ക് കൂട്ടുകാരോടൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് ചോറുണ്ടതും പിന്നെ മൈതാനത്ത് ഓടിക്കളിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു. വൈകുന്നേരം ക്ലാസ്സിൽ ടീച്ചർ ഒരു നല്ല കഥ പറഞ്ഞു തന്നു. സ്കൂളിലെ പൂന്തോട്ടത്തിൽ ഇന്ന് പുതിയൊരു പൂവ് വിരിഞ്ഞിട്ടുണ്ട്. നിന്റെ നിറമുള്ള ഒരു പൂവ്. നാളെ നീയും വരുന്നോ എൻ്റെ കൂടെ സ്കൂളിലേക്ക്? ചെറിയൊരു അനുഭവമാണ് കേട്ടോ മക്കളെ നമ്മൾ എഴുതിയത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാലോ. പ്രവർത്തനം 4.
സംഭാഷണം തയ്യാറാക്കാം. ചിത്രം നോക്കൂ, പൂമ്പാറ്റയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കൂ, അവിടെ എന്താണ് മക്കൾ കാണുന്നത്? ഒരു പൂമ്പാറ്റയുണ്ട്, പൂക്കളുണ്ട്, ഒരു കുട്ടിയുണ്ട് അല്ലേ. അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കാട്ടോ. കുട്ടി: ഹലോ പൂമ്പാറ്റെ, നീ എന്തിനാണ് എൻ്റെ പൂന്തോട്ടത്തിൽ വന്നത്? പൂമ്പാറ്റ: ഞാൻ ഈ പൂക്കളിലെ മധുരം തേടി വന്നതാണ്. കുട്ടി: നിന്റെ ചിറകുകൾ എന്തൊരു ഭംഗിയാണ്. പൂമ്പാറ്റ: നന്ദി, നിന്റെ പൂന്തോട്ടവും വളരെ മനോഹരമാണ്. കുട്ടി: നമുക്ക് ഒരുമിച്ച് കളിക്കാമോ? പൂമ്പാറ്റ: തീർച്ചയായും, കുറച്ചു നേരം നമുക്ക് തോളോട് തോൾ ചേർന്ന് പറക്കാം. കുട്ടി: നിന്റെ പേരെന്താണ്? എൻ്റെ പേര് ചിന്നു എന്നാണ്. പൂമ്പാറ്റ: ഞാൻ നീല കൊടുക്കുകയാണ്. എന്നും ഞാൻ നിന്റെ പൂന്തോട്ടത്തിലേക്ക് തേൻ കുടിക്കാൻ വന്നോട്ടെ. കുട്ടി: അതിനെന്താ, നീ എൻ്റെ കൂട്ടുകാരിയല്ലേ, നിനക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാലോ. പൂമ്പാറ്റ: നന്ദി ചിന്നു, എന്നാൽ നമുക്ക് എന്നും ഇതുപോലെ കളിക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 5. വരികൾ എഴുതാം. മുറ്റത്തിനരികിൽ നിൽക്കുന്ന ചെമ്പരത്തിയെക്കുറിച്ച് ആതിര എഴുതിയ കവിതയിലെ വരികൾ നോക്കൂ. കൂടുതൽ വരികൾ എഴുതി ചേർത്ത് കവിത പൂർത്തിയാക്കൂ. ആതിര ചെമ്പരത്തി പൂവിനെ കുറിച്ച് എഴുതിയ വരികളാണ് കേട്ടോ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ചന്തമേറുന്നൊരു ചെമ്പരത്തി, ചെമ്പട്ടെടുത്തൊരു ചെമ്പരത്തി. 2 വരികൾ അവിടെ തന്നിട്ടുണ്ട്. ബാക്കി ഏതെല്ലാം ആയിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാലോ. നോക്കൂ, ടീച്ചർ ഇവിടെ ഒരു 4 വരെ എഴുതിയിട്ടുണ്ട്. പൊൻവെയിൽ കായുന്ന ചെമ്പരത്തി, പുഞ്ചിരി തൂകുന്ന ചെമ്പരത്തി, കാറ്റിലാടുന്നൊരു ചെമ്പരത്തി, കണ്ണിന് കുളിരേകും ചെമ്പരത്തി. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 6. ചിത്രം നോക്കി എഴുതാം. ആതിരയുടെ വീടിനടുത്തുള്ള കുളത്തിന്റെ പരിസരത്തുമുള്ള താമസക്കാരാണ് ചിത്രത്തിലുള്ളത്. ചിത്രം നോക്കി ആരൊക്കെ എന്ന് കണ്ടെത്തൂ. അവരുടെ പേരുകൾ അക്ഷരമാല ക്രമത്തിൽ എഴുതൂ എന്നാണ് പറയുന്നത് കേട്ടോ. ആ കുളത്തിൽ ആരൊക്കെയുണ്ട് മക്കളെ? തവളയുണ്ട്, പൊന്മാനുണ്ട്, കൊക്കുണ്ട്, ആമ, ഞണ്ട്, നീർക്കോലിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഓരോന്ന് അക്ഷരമാല ക്രമത്തിൽ എഴുതാം. ആമ, കൊക്ക്, ഞണ്ട്, തവള, നീർക്കോലി, പൊന്മാൻ. ഇങ്ങനെയാണ് അക്ഷരമാല ക്രമത്തിൽ ഈ ജീവികളുടെ പേര് ഉണ്ടാവുക കേട്ടോ മക്കളെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്